വടക്കാഞ്ചേരി കോഴ വിവാദം EU ജാഫറിന് സംരക്ഷണം നൽകിയത് CPM. LDFന് ലീഗ് സ്വതന്ത്രനായിരുന്ന ജാഫർ വോട്ട് ചെയ്ത വൈകുന്നേരം അയച്ച ഓഡിയോ സന്ദേശമാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. വരവൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബുവാണ് ജാഫറിന് സംരക്ഷണം നൽകുന്നത്. ജാഫറെ, ഞാൻ ബാബുവാണ് വരവൂരിനെ. ഞാൻ ഉച്ചയ്ക്ക് മുതൽ തന്നെ വിളിച്ചു തുടങ്ങിയതാണ്. എന്താ പറയുക, നീ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അവരെന്തെങ്കിലും പ്രതിഷേധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടു. വേറെ ഒന്നും കേട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് വിളിച്ച് വിവരം തരാം കേട്ടോ. വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സാനു, എന്തൊരു കരുതലാണ് ഈ CPMന്? വേണമെങ്കിൽ കോഴ കൊടുക്കും സീറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ വേണ്ടി. എന്നിട്ട് എന്തെങ്കിലും വിവാദമായാൽ സംരക്ഷിക്കും. അതൊക്കെ അവസാനം വരെയും കാണുമോ? എന്താണ് ഈ മുസ്ലിം ലീഗ് CPM സൗഹൃദത്തിന് പിന്നിൽ? അശ്വതി, എന്തായാലും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് 50 ലക്ഷം കോഴ കൊടുത്ത് വോട്ട് തരപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജാഫറിന്റെ വോട്ടാണ് ഇത്തരത്തിൽ ഈ 50 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇവർ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും LDFന്റെ ഭാഗത്ത് നിന്നാവുന്നു. അതിൽ ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് CPM മുന്നോട്ട് വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശബ്ദ രേഖകളിൽ നിന്നടക്കം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ നിർദ്ദേശം എന്നുള്ളത് 50 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെയ്യുക, അതായത് പൂർണ്ണമായിട്ടും CPMന് വിധേയനാവുക പണം വാങ്ങിക്കൊണ്ട്. അല്ലാത്ത രണ്ടാമത്തെ ഒരു നിർദ്ദേശമായിട്ട് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് നൽകി കഴിഞ്ഞാൽ CPMന് വോട്ട് നൽകി കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇയാളെ പണം വാങ്ങിക്കൊണ്ട് വോട്ട് നൽകാമെന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജാഫർ. അതിനുശേഷം ഈ സംഭവം വിവാദമായതോടുകൂടി, ഇത് വലിയ വിവാദമായി മാറിയതോടുകൂടി ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബ്ദരേഖ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് ഇതിനെ സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിവാദത്തെ, അല്ലെങ്കിൽ ഈ ഒരു പണം വാങ്ങി കോഴ വിവാദത്തെ അവർ സാധൂകരിച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ നടന്നതായിട്ട് അവർ കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ സെക്രട്ടറി അടക്കം ഇന്ന് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. 50 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് തെളിയിക്കുന്നതിന് ശബ്ദരേഖയും ഒപ്പം തന്നെ CPM സംരക്ഷണം നൽകും എന്ന് പറയുന്ന ശബ്ദരേഖ അടക്കം ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രകടനമോ കാര്യങ്ങളോ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾ ആ സമയത്ത് വിളിച്ചാൽ മതി എന്നടക്കമുള്ള കാര്യങ്ങളാണ് CPMന്റെ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോഴ വിവാദം തൃശ്ശൂരിൽ കത്തുകയാണ്. അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ CPMന് സാധിക്കുന്നില്ല. പണം നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവുകളടക്കം ശബ്ദരേഖകളടക്കം പുറത്തു വന്നതോടെ ജില്ലയിലെ CPM നേതൃത്വം ഒന്നാകെ കുഴങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശ്വതി, സാനു, അത് തന്നെയാണ്. വടക്കാഞ്ചേരി കോഴ വിവാദം അങ്ങനെ ചൂടുപിടിക്കുകയാണ്. EU ജാഫറിന് സംരക്ഷണം നൽകുന്നത് CPM എന്നുള്ള ശബ്ദരേഖയാണ് ജനം TV പുറത്തുവിട്ടത്.